ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് റഷ്യയുടെ Su-57E കാറ്റഗറിയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റ് ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ സൈഡിൽ നിന്നും റഷ്യൻ അംബാസിഡർ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഡെനിസ് അലിപ്പോ ആണ് ഇത് കൺഫേം ചെയ്തത്. അപ്പം ഇത് കൺഫേം ചെയ്യാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഇപ്പം നിലവിൽ ഇന്ത്യക്ക് വളരെയധികം സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റുകൾ ആവശ്യമുണ്ട്. ദുബായിൽ Su-57 മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു 2-3 വീഡിയോകൾക്ക് മുമ്പ് തന്നെ അത് കിടപ്പുണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അത്ര കിടിലം പെർഫോമൻസ് ആണ്. UAE ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് അൽ നഹ്യാൻ വളരെയധികം ഇംപ്രസീവായിട്ട് ആ ഫൈറ്റർ ജെറ്റിനെ നോക്കിക്കാണുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ ഈ ഫൈറ്റർ ജെറ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ നേരിടുന്ന വെല്ലുവിളി അതൊന്ന് പറഞ്ഞേക്കാം. കാരണം ചെറിയ രാജ്യങ്ങളൊന്നും തന്നെ ഫൈറ്റർ ജെറ്റുകൾ കൂടുതലായിട്ട് താല്പര്യം കാണിച്ച് അതിനെ പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവർ ഒരു ഡെവലപ്ഡ് നേഷൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു മേഖലയിലല്ല അവരുടെ പ്രവർത്തനം. അത് എക്കോണമി ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏതൊരു മേഖല ആയിക്കോട്ടെ. അപ്പോൾ ആ സാഹചര്യം, ഫോർ എക്സാമ്പിൾ മോൾഡീവ്സ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യ ഡെവലപ്പിംഗ് നേഷനാണ്. പക്ഷേ സ്റ്റിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ശരിക്കും ടോപ്പ് 5, അതായത് ഗ്ലോബൽ ടോപ്പ് 5 ഇന്ത്യ വൺ ഓഫ് ദ മാർക്കറ്റാണ്. നമ്മൾ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഡിഫൻസ് പർച്ചേസ് ചെയ്യുന്ന രാജ്യം കൂടിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ക്വാളിറ്റി ഉള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഈ രീതിയിലുള്ള കോമ്പറ്റൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റഷ്യ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ രാജ്യങ്ങൾ ഒരിക്കലും റഷ്യയുടെ Su-57 ബന്ധപ്പെട്ട മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള താല്പര്യമോ ഒന്നും തന്നെ കാണിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ പരമാവധി എല്ലാ കോണ്ടിനെന്റുകളിലും നിങ്ങൾ എടുത്തു നോക്കുക, അമേരിക്കയുടെ സ്വാധീനം വെസ്റ്റേൺ രാജ്യങ്ങളുടെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴാണ് ആഫ്രിക്ക, ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു ഗ്ലോബൽ സൗത്ത് ഫോർമേഷനായിട്ട് വരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ബ്രിക്സ് പോലത്തെ സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നത്. അപ്പം ഇതുവരെ വെസ്റ്റേൺ ഡോമിനേഷൻ ആയിരുന്നു. അപ്പോൾ റഷ്യക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ഫാക്ടറി നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയാണ്. എത്ര വേരിയൻറ്റിൽ റഷ്യ പ്രൊഡക്ഷൻ നടത്തിയാലും അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് റഷ്യ. അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോസിയേഷൻസിൽ ചെറിയ ചർച്ചകളൊക്കെ നടക്കും. അതിലുപരിയായിട്ട് ഇന്ത്യ തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് റഷ്യക്ക്. അപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെ 5-ാം തീയതിയാണ് വരുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പം ഈ റഷ്യൻ അംബാസിഡർ ഇന്ത്യയിൽ നിന്നും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ചെറുതല്ല. കാരണം എന്തെല്ലാം ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറിക്കൊണ്ടാണ് ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രാഥമികമായിട്ട് ഈ ഒരു കോൺട്രാക്റ്റിന്റെ ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിൽ കൂടുതലോ സ്ക്വാഡ്രൺ Su-57 വേരിയന്റ് ഇന്ത്യ പർച്ചേസ് ചെയ്യും ഡയറക്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് എത്ര സ്ക്വാഡ്രൺ വേണോ അതെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കാം. ഇതാണ് ബേസിക്കലി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന എഗ്രിമെന്റ്. ഇന്ത്യക്കാണെങ്കിൽ 400-ലധികം ഫൈറ്റർ ജെറ്റുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. അത് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇന്ത്യൻ ഗവൺമെന്റും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അവർക്ക് തന്നെയാണ് ഈ ഒരു വർക്ക് പോകുന്നത്. അറിയാലോ, അത് ഒരു PPP വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് HAL എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ പാർട്ട്ണർഷിപ്പോട് കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡെനിസ് അലിപ്പോ പറഞ്ഞിരിക്കുന്നത് Su-57 എക്കോസിസ്റ്റം ഇൻക്ലൂഡിംഗ് സോഴ്സ് കോഡ്, സ്റ്റെൽത്ത് മെറ്റീരിയൽ, എഞ്ചിൻ, സെൻസർ, ഏവിയോണിക്സ്, AESA റഡാർ സിസ്റ്റം, ലോ സിഗ്നേച്ചർ ടെക്നോളജി, അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത്രയും കാര്യങ്ങൾ ഇന്ത്യക്ക് കൈമാറും. ഇത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഡെനിസ് അലിപ്പോ. നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും 10 വർഷമല്ല, 15 വർഷമല്ല, 20 വർഷം അവരോടൊപ്പം നിന്നാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് വെസ്റ്റേൺ രാജ്യങ്ങളായിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, അവരെല്ലാം തന്നെ അവർക്ക് എന്ത് ഗുണം കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. അപ്പം ഒരിക്കലും അവരുടെ പക്കൽ നിന്നും നമുക്ക് ഒരു രീതിയിലുള്ള ടെക്നോളജിക്കൽ ട്രാൻസ്ഫറും കിട്ടാൻ പോകുന്നില്ല. ഈ ടെക്നോളജി എത്രയും വേഗം നമ്മൾ ആർജിച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ ഈ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അക്കാഡമിക് വ്യൂ പോയിന്റിൽ ഇതിനെ നോക്കിക്കാണുക. എന്നിട്ട് നമുക്ക് ഈ ടെക്നോളജി വെച്ച് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വേരിയൻറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരു സൈഡിൽ റഷ്യയുമായിട്ട് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിയും കൂടി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുത്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു എഗ്രിമെന്റായി മാറി തീരും ഇത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേ കാഴ്ചപ്പാട് ഇന്ത്യക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഗ്രിമെന്റിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ശരിക്കും ഇന്നലെ G20 പ്രൈം മിനിസ്റ്റർ അഡ്രസ് ചെയ്ത സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 പോയിന്റ് എടുത്ത് പറയുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സൗത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ എക്കോണമിക് ട്രേഡ് ഇമ്പോർട്ടൻസ്
വളരെ വളരെ പ്രാധാന്യമുള്ളതാണെന്നുള്ളത് എടുത്തു പറഞ്ഞാണ് സംസാരിച്ചത്. അതായത് ഇത്രയും നാളും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സംസാരിച്ചിരുന്ന ആ ഒരു പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഇത്തവണ സ്വീകരിച്ചത്. വെസ്റ്റിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും അവരുമായിട്ട് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള നിലയിലുമായിരുന്നു മോദിയുടെ ഇത്തവണത്തെ G20 സ്പീച്ച്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ട്രംപാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ട്രംപിന് തന്നെ കൊടുക്കും. കാരണം ഇന്ത്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ പോയ ട്രംപ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷനും ഇങ്ങനെ ഒരു സ്വിച്ചിങ് ഒക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ തന്നെയും ഇന്ത്യ ഒരു റോഡ് മാപ്പ് ഇട്ടിരുന്നു, ഇന്ത്യയുടെ ബിസിനസ് മേഖലകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പ് ഇട്ടിരുന്നു. പക്ഷേ ഇത് ഇത്രയും സ്പീഡപ്പ് ആക്കി തന്നത് ട്രംപാണ്. ഇത്രയും ഷടപട എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ട്രേഡ് അഗ്രിമെൻറ്റും, ഇപ്പോൾ ഇന്ന് ഇസ്രായേലുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൗത്ത് ആഫ്രിക്കയുമായിട്ടായാലും ശരി തന്നെ നമ്മൾ ഗ്ലോബൽ സൗത്തിൽ കിടക്കുന്ന പല രാജ്യങ്ങളുമായിട്ടും നമ്മൾ ഇന്ന് വളരെ എഫക്റ്റീവ് മാനറിൽ നമ്മൾ ട്രേഡ് ഡീലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഷ്രിംപ് മാർക്കറ്റ് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 2026 ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. റഷ്യയുമായിട്ടുള്ള ഈ നെഗോസിയേഷൻ ടോക്കിൽ ശരിക്കും S-400, S-500 ഇതെല്ലാം ഉൾപ്പെടെയുള്ള മറ്റു പല ഡീലിംഗ്സും നമ്മൾ റഷ്യയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. എയർ ഡിഫൻസ് സിസ്റ്റത്തിലും നമ്മൾ ശക്തമായ റിലേഷൻഷിപ്പാണ് റഷ്യയുമായിട്ട് വെച്ചിരിക്കുന്നത്. അതിലൂടെ ബ്രഹ്മോസ് മിസൈൽ, റഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ബ്രഹ്മോസ് മിസൈലും കൂടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. റോസ്റ്റെക്കിന്റെ CEO ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 10 വർഷത്തിന് മുമ്പ് ഇന്ത്യ ഏതാണ്ട് ഇതേപോലെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ചോദിച്ചുകൊണ്ട് റഷ്യയെ അപ്രോച്ച് ചെയ്തിരുന്നു. അന്ന് റഷ്യ ഡിനൈ ചെയ്തിരുന്നു. അന്ന് റഷ്യ ഈ ഒരു ടെക്നോളജി നമുക്ക് തരാൻ പാകത്തിനുള്ള ആ ഒരു കണ്ടീഷനിലല്ല ഉണ്ടായിരുന്നത്. അന്ന് നമ്മൾ ഒരു ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട റഫേൽ ഡീലുകൾ ഇതേപോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മളൊരു ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചേഞ്ച് നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു റിക്വസ്റ്റ് റഷ്യ ഡിനൈ ചെയ്തത്. പക്ഷേ ഇന്ന് റഷ്യ സ്വമേധയാ നമുക്ക് തരാൻ തയ്യാറാണ്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന റഷ്യ ഇന്ത്യ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബെറ്റർമെന്റിലേക്ക് പോയിട്ടുണ്ട്, കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തി ആയിട്ടുണ്ട്, കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നത്തെ റഷ്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവരും തന്നെ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഗ്ലോബൽ സാങ്ഷൻസിൽ അവർ മുങ്ങി നിൽക്കുന്ന ഒരു സമയം. ആ ഒരു സാഹചര്യത്തിൽ റഷ്യയെ ഹെൽപ്പ് ചെയ്ത ഇന്ത്യ, അപ്പോൾ ഇത് ടൈംലി നമ്മൾ ചെയ്തൊരു ഹെൽപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്ഥാനം റഷ്യയുടെ മുന്നിൽ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ റഷ്യ അവരുടെ ആ ഒരു ടെക്നോളജി അകമഴിഞ്ഞ് ഇന്ത്യക്ക് തരാൻ തയ്യാറാണ്. ഡെഫിനറ്റ്ലി ഇതൊരു ബിസിനസ് ഡീലും കൂടിയാണ്. അതിൻ്റെതായിട്ടുള്ള ഗിവ് ആൻഡ് ടേക്സും എഗ്രിമെൻസും കരാറും നെഗോസിയേഷൻസ് ഒക്കെ നടക്കും. അതൊക്കെ പ്രാക്ടിക്കലാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഈ SU-57 പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഏതാണ്ട് 65 മുതൽ 70 മില്യൺ ഒരു യൂണിറ്റിന് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ അതേസമയം നമ്മൾ ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ ഏതാണ്ട് 35 മുതൽ 50 മില്യൺ ഡോളറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു യൂണിറ്റ് മാനുഫാക്ചറിങ് ചെയ്ത് എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കും. റഷ്യക്ക് തന്നെ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്ത് അവർക്ക് ഇത്തരം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇന്ത്യക്കുള്ളിൽ പ്രൊഡക്ഷൻ ചെയ്ത് അവർക്ക് നല്ല ലാഭത്തിൽ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ അത് മ്യൂച്വലി റഷ്യയ്ക്കും ഇന്ത്യക്കും കൂടി ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഡീപ്പർ ഡിഫൻസ് ടൈസ്, അതായത് ഡിഫൻസ് മേഖലയിൽ ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് G20 സൈഡ് ലൈനിലാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ അപ്പാർട്ട് ഫ്രം ക്വാഡ് മെമ്പേഴ്സ് എന്നുള്ളതിലുപരിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓസ്ട്രേലിയക്കും ഇന്ത്യക്കും തമ്മിൽ ഒരു ഡിഫൻസ് ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അമേരിക്കയിൽ നിന്നും ജാവലിൻ മിസൈൽ സിസ്റ്റം, ഈ തോളത്ത് വെച്ചടിക്കുന്ന ജാവലിൻ മിസൈൽ സിസ്റ്റം പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇത് നിർണായകമായ ക്വാണ്ടിറ്റി ഓൾറെഡി തന്നെ ഇന്ത്യക്കുള്ളിലുണ്ട്. പക്ഷേ ഇത് ഒരു അഡീഷണൽ പർച്ചേസ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഡീൽ നടത്തിയതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇപ്പോൾ ഈ ജാവലിൻ മിസൈൽ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഡീലാണ്. ഈ സിംബോളിക് ഡീൽ എന്തിനെ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലവിലെ ഒരു 10 വർഷത്തെ എഗ്രിമെന്റ് പുതുക്കിക്കൊണ്ട് സൈൻ ചെയ്തായിരുന്നു. അപ്പോൾ ഈ സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 10 വർഷത്തെ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് 1.5 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നും ഒരു ടീം ഇന്ത്യ വിസിറ്റ് ചെയ്തു. ആ സമയത്ത് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇന്ത്യ ഇത് സൈൻ ചെയ്തില്ല, വിസമ്മതിച്ചിരുന്നു. പിന്നീട് ഇത് സൈൻ ചെയ്തത് ആസിയാൻ സമ്മിറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റർ ഹെഗ്സത്തും കൂടി കോലാലംപൂരിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത്. അപ്പോൾ അത് സൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അമേരിക്കയുടെ അല്ലെങ്കിലും, അതായത് ഇന്ത്യ അമേരിക്കൻ ചേരിയിൽ നിന്ന് അമേരിക്കയ്ക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ലെങ്കിലും ഇന്ത്യക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് അമേരിക്ക ഡെലിവറി ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവ്, ഒരു പ്രൂഫ്, അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഓർഡർ ചെയ്തത്. കാരണം ഈ ജാവലിൻ എന്ന് പറയുന്നത് ഈ തോളത്ത് വെച്ച് വിടുന്ന മിസൈലുകളിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി അപ്ലൈ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു മിസൈലാണ്.
അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. $93 മില്യൺ വർത്ത് വരുന്ന ഈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിപ്പം റെഡി ടു ഡെലിവർ എന്നുള്ള നിലയിലാണ് അതുള്ളത്. ജാവലിൻ ആൻറ്റി ടാങ്ക് മിസൈൽ സിസ്റ്റം, M982A1 എക്സ്കാലിബർ പ്രിസിഷൻ ഗൈഡഡ് ആർട്ടിലറി പ്രൊജക്ടൈൽസ്, അതോടൊപ്പം എല്ലാം ചേർന്ന ഒരു സെറ്റാണിത്. അതിൻ്റെ യൂണിഫോം ഉൾപ്പെടെയുള്ള അതിൻ്റെ കംപ്ലീറ്റ് സൂട്ട് സെറ്റ് കംപ്ലീറ്റ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കോസ്റ്റ് വരുന്നത്. ഈ തോളത്ത് വെച്ച് അടിക്കുന്ന പറഞ്ഞാൽ അതിന് കുറേ സിസ്റ്റംസ് ഉണ്ട്. അതിന് ഐ പ്രൊട്ടക്ഷനുള്ള സംവിധാനങ്ങളുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്യൂട്ട്, അത് ഉപയോഗിക്കുന്നവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംവിധാനങ്ങളും കൂടി അതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പാക്കേജ്. അപ്പോൾ എന്തായാലും ഞാനിതിവിടെ പറഞ്ഞത്, നമ്മൾ റഷ്യയുമായിട്ട് ഒരു ക്രൂഷ്യലായിട്ട് ഡീൽ നടക്കുന്ന സമയത്ത് തന്നെ അമേരിക്കയുമായിട്ട് നമ്മളൊരു ഡീൽ ചെയ്തിട്ടുണ്ട്. അതും തന്നെ അമേരിക്കയ്ക്കും ഇന്ത്യയെ ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.